916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി ആലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ആര്യാടൻ മുഹമ്മദിന്റെ പ്രിയ പത്നിയെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ നിലമ്പൂരിലെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി PV മറിയുമ്മയെ സന്ദർശിച്ചത്. ചർച്ചയിൽ ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മകൾ പങ്കുവച്ചതിനൊപ്പം ഇരുവരും കുടുംബവിശേഷങ്ങളും പങ്കുവച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപായാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചാണക്യനായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ നിലമ്പൂരിലെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ VP മറിയുമ്മയെ സന്ദർശിച്ചത്. അനിൽകുമാറിനെ ആര്യാടൻ മുഹമ്മദിന്റെ മകനും KPCC ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൌക്കത്തും നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് 15 മിനിറ്റോളം നീണ്ട സൌഹൃദ സംഭാഷണം. പടിയിറങ്ങുമ്പോൾ മറിയുമ്മ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നു. ജില്ലയിൽ കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് 2 സീറ്റാവും, അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് 4 സീറ്റാവും കോൺഗ്രസ്. ഒരു കൊല്ലം കാത്തിരിക്കുമ്പോഴേക്ക് പഴയ പ്രതാപല്ല, അതിനേക്കാൾ വലിയ തലത്തിലേക്ക് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് വരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ 16 സീറ്റും UDF വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് 100% ആത്മവിശ്വാസമുണ്ട്. വെറുതെ വെറും വാക്ക് പറയുന്നതല്ല, രാഷ്ട്രീയ സാഹചര്യമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾക്ക് 2 ആവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് വരുമ്പോഴേക്ക് 16 സീറ്റും ജയിക്കും. അതോടെ അതിൽ 4 സീറ്റ് കോൺഗ്രസിന് ഇപ്പോൾ നിലവിലുണ്ട്. ആ 4 സീറ്റും കോൺഗ്രസ് വിജയിക്കും. 2026 മലപ്പുറത്ത് മുഴുവൻ സീറ്റും UDF നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്, DCC പ്രസിഡന്റ് VS ജോയ്, KPCC അംഗം VA കരീം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി, INTUC പ്രസിഡന്റ് VP ഫിറോസ്, A ഗോപിനാഥ് എന്നിവരും സൌഹൃദ സംഭാഷണത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.